നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തൻ്റെ നിലവിലെ ക്ലബിൽ നിന്ന് കോൺട്രാക്റ്റ് ടെർമിനേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബ്രസീലിയൻ സൂപ്പർ താരം ഫിലിപ്പെ കുട്ടിഞ്ഞോ. ഇക്കാര്യം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വാസ്കോയിലാണല്ലോ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മുൻകാല ക്ലബ്ബായ വാസ്കോയിലാണ് അദ്ദേഹം കുറച്ചു കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. ആരാധകർ അദ്ദേഹത്തെ കൂവി വിളിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ താരം കോൺട്രാക്റ്റ് ടെർമിനേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിങ്ങനെയാണ്. ഫിലിപ്പെ കുട്ടിഞ്ഞോ ഒഫീഷ്യലി ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ്, വാസ്കോ ഡി ഗാമയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യണമെന്ന്. ഈ റിക്വസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ക്ലബിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ബോർഡ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഈ ഒരു ആവശ്യം ആക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. ഈ ഒരു ആവശ്യം വന്നിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ ഹാഫ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമാണ്. അദ്ദേഹം പിന്നീട് ബെഞ്ചിലേക്ക് തിരികെ വരിക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കാണികൾ കൂവി വിടുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കൂടി ചേർത്താണ് ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ പ്രധാനപ്പെട്ട സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, ഫിലിപ്പെ കുട്ടിഞ്ഞോക്ക് ഒഫീഷ്യൽ പ്രപ്പോസൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ലോസ് ഏഞ്ചലസ് ഗാലക്സി. MLS ക്ലബ്ബായിട്ടുള്ള LA ഗാലക്സി ഫിലിപ്പെ കുട്ടിഞ്ഞോക്ക് ഒഫീഷ്യലായിട്ട് പ്രപ്പോസൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. MLS ക്ലബിന് ഇപ്പോഴും അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാം. ലോകത്ത് മറ്റ് ക്ലബ്ബുകളിൽ രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ MLS ഇപ്പോഴും രജിസ്ട്രേഷൻ സാധ്യമാണ്. സോ ആ ഒരു മൂവിനുള്ള സാധ്യത ഇതാ തുറന്നിടപ്പെട്ടിരിക്കുന്നു എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫിലിപ്പെ കുട്ടിഞ്ഞോ ലിറ്റിൽ മജീഷ്യൻ എന്ന പേരിൽ ആരാധകരെ ഏറെ നെഞ്ചിലെത്തിയ താരമാണ്. 33 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം വാസ്കോ ഡി ഗാമയിലൂടെ യൂത്ത് കരിയർ വളർന്ന താരമാണ്. പിന്നെ ഇന്റർ മിലാനിലേക്ക് പോയി, അതിനുശേഷം എസ്പാന്യോളിൽ ലോണിൽ കളിച്ചു, ലിവർപൂളിലേക്ക് എത്തി. അവിടെയാണ് അദ്ദേഹം തൻ്റെ മാജിക് മുഴുവനും പുറത്തെടുത്തിരുന്നത്. അതിനുശേഷം അദ്ദേഹം FC ബാഴ്സലോണയിലേക്ക് പോയിരുന്നു. ആ നീക്കം അദ്ദേഹത്തിൻ്റെ കരിയറിനെ വല്ലാതെ പുറകോട്ടടിച്ചു. ബയേണിൽ അദ്ദേഹം ലോണിൽ കളിച്ചിരുന്നു, ആസ്റ്റൺ വില്ലയിൽ ലോണിൽ കളിച്ചു. പിന്നെ ആസ്റ്റൺ വില്ലയിൽ പെർമനന്റ് മൂവിൽ പോയി. അൽ ദുഹൈലിലേക്ക് അദ്ദേഹം ലോണിൽ പോയി. അതിനുശേഷം വാസ്കോ ഡി ഗാമയിലേക്ക് എത്തുകയായിരുന്നു. വാസ്കോ ഡി ഗാമയിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്ട് ടെർമിനേഷനിലൂടെ പുറത്തു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഏതായാലും ബ്രസീലിന് വേണ്ടി 68 അന്താരാഷ്ട്ര മത്സരങ്ങൾ 2010 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. ആ കിടിലൻ ലോങ് റേഞ്ച് ഗോളുകളൊക്കെ എങ്ങനെ ബ്രസീലിന് ആരാധകർ മറക്കാനാണ്. പക്ഷേ ആ ലിറ്റിൽ മജീഷ്യൻ്റെ മാജിക് ഒക്കെ കാലിൽ നിന്ന് പോയോ എന്ന് സന്ദേഹപ്പെടുന്ന ഒരു സമയമാണിത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.